കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ്. ഈ സമയത്ത് സോഷ്യൽ മീഡിയയുടെ രാഷ്ട്രീയവും ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. മുന്നണികളിൽ ആരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്? ഇതാണ് ബോണസ് കണ്ടന്റ് ചർച്ച ചെയ്യുന്നത്. കടക്ക് പുറത്ത് നിന്ന് പിണറായി വിജയൻ മുൻപ് പറഞ്ഞ അതേ വാക്കുപയോഗിച്ചാണ് UDF ഇത്തവണ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ ക്യാമ്പയിന് ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ കാരണം വെച്ചാൽ 4.7 ലക്ഷം 4,70,000 ആളുകൾക്ക് വീട് പൂർത്തീകരിച്ച് താക്കോൽ കൈകൊടുത്ത ഒരു സർക്കാരാണ് ഇവർ. ഏതെങ്കിലും തരത്തിൽ അത് ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. പവർ കട്ട് എന്നൊരു സംഭവം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ പവർ കട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. 2,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന 62 ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. ഏതെങ്കിലും തരത്തിൽ ചർച്ച, അതായത് ശബരിമല ഈ പരാജയത്തിന് വലിയ കാരണമാണോ എന്ന് തോന്നുന്നില്ല. പക്ഷെ ആ നെറേറ്റീവ് ഉണ്ടാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് രാഹുൽ അനുകൂലികളുടെ വിഷയമാണ്. സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ആളുകളുടെ വിചാരം ഇതൊരു യുവാക്കളിൽ കേന്ദ്രീകരിച്ച ഒരു സംഭവമാണ്, യുവാക്കളിൽ വോട്ടിനെ മാറ്റുന്ന കാര്യം. അങ്ങനെയല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഉണ്ടായി. കോൺഗ്രസ് ഈ വിജയത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നിയമസഭയിലേക്ക് വിജയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. BJP അതുപോലെ തങ്ങളുടെ അക്കൗണ്ട് വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാം എന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികൾ, പ്രചരണങ്ങൾ, ഇതിനപ്പുറം ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ലോകത്ത് വലിയൊരു ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം 3 മുന്നണികളും നടത്തുന്നുണ്ട്. ഇപ്പോൾ രുചീഷിൻ്റെ ഒരു ചിന്തയിൽ ഏത് മുന്നണിയാണ് ഇപ്പോൾ അതിലൊരു മേൽക്കൈ നേടുന്നത് കേരളത്തിലെ? എനിക്ക് തോന്നുന്നത് ഒരു ഇടക്കാലത്തെങ്കിലും അത് BJPയുടെ ഒരു കുത്തകയായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ ഇടതുപക്ഷമാണ് പിന്നിൽ എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഒക്കെ ഫലം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുമുണ്ട്. അതായത് സോഷ്യൽ മീഡിയ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എന്ന അർത്ഥത്തിൽ മാത്രം ഇതിനെ കാണുന്നുണ്ട്. അങ്ങനെ മാത്രം കണ്ടാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോകുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ആളുകളുടെ വിചാരം ഇതൊരു യുവാക്കളിൽ കേന്ദ്രീകരിച്ച ഒരു സംഭവമാണ്, യുവാക്കളിൽ വോട്ടിനെ മാറ്റുന്ന കാര്യമാണ്. അങ്ങനെയല്ല. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തുമ്പോൾ ഇത് മുതിർന്ന ആളുകളിലേക്ക് എത്തും. അവരൊരു പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ ഈ മറ്റ് പുതിയ AI അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഒരു ധാരണയില്ലാത്ത ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്ന ഒരു തരത്തിലേക്കാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പോകുന്നത്. കുടുംബ ഗ്രൂപ്പുകളിലേക്ക് പല ചർച്ചകൾ വരും. അതൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ. അത് സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ഉറപ്പാണ് അതിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗം ഈ നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുതിയ ക്യാമ്പയിൻ വരികയാണ്. 100 സീറ്റിലേക്ക് UDF ഒരു ആലോചന വരുന്നു, 110 സീറ്റിലേക്ക് LDF ആലോചിക്കുന്നു. ഈ 110 എന്നൊക്കെയുള്ള ഒരു ക്യാമ്പയിൻ LDF തുടങ്ങുമ്പോൾ തന്നെ ആളുകൾക്ക് അത്ഭുതമാണ്. ഇത് സാധ്യമാണോ എന്ന ചോദ്യമാണ്. ഈ സാധ്യമാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചെയ്ത കാര്യങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ബേസിക് സാധനം. അതായത് ഈ സർക്കാർ വിപിൻ്റെ അഭിപ്രായത്തിൽ 4.7 ലക്ഷം 4,70,000 ആളുകൾക്ക് വീട് പൂർത്തീകരിച്ച് താക്കോൽ കൈകൊടുത്ത ഒരു സർക്കാരാണ് ഇവർ. ഏതെങ്കിലും തരത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. പവർ കട്ട് എന്നൊരു സംഭവം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ പവർ കട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനി ഇത് തന്നെ ചർച്ച ചെയ്യാതിരിക്കാൻ കാരണം ഇപ്പോൾ ഇടമൺ കൊച്ചി പവർ ഹൈവേ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളിൽ ഇത് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഈ പവർ കട്ടൊക്കെ മാറി നിൽക്കുന്നത്. 2,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന 62 ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. ഏതെങ്കിലും തരത്തിൽ ചർച്ച, അതായത് എന്താണോ ചർച്ചയാകണം എന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമാണ്. അത് UDFനോ അല്ലെങ്കിൽ BJPക്കോ വെച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എതിരാളികൾ സ്വാഭാവികമായിട്ട് ഈ നരേറ്റീവ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആരാണ് ഈ നരേറ്റീവ് ഉണ്ടാക്കുന്നത്? അത് ഏത് നരേറ്റീവാണ് കൂടുതൽ സ്ട്രോങ് ആകുന്നത്? എൻ്റെ ഒരു സർക്കിളുകളിൽ, പിന്നെ ഞാൻ പറയുന്ന ഇടതുപക്ഷ സർക്കിളായാലും കോൺഗ്രസ് സർക്കിളായാലും എല്ലാം നമ്മൾ ആ സോഷ്യൽ മീഡിയയിലെ എല്ലാ പരിധികളും തൊടുന്നുകൊണ്ട് പറയുകയാണ്, ഈ ശബരിമല വിഷയത്തിൽ ഈ പാട്ട്, ഇങ്ങനെയൊരു പാട്ട് ഹിറ്റായി അത് ഇങ്ങനെ ഫാമിലി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പിന്നെ യുവാക്കൾക്കിടയിൽ തന്നെ അതിങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ളത് ഈ CPMനോ അതിൻ്റെ സൈബർ അണികൾക്കോ യാതൊരു ഐഡിയയും ഇലക്ഷൻ തോൽക്കുന്നവരുണ്ടായിരുന്നു. അതാണ് പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ അനാലിസിസ് പ്രകാരം
ശബരിമല ഈ പരാജയത്തിന് വലിയ കാരണമാണോ എന്ന് തോന്നുന്നില്ല. പക്ഷെ ആ നെറേറ്റീവ് ഉണ്ടാക്കാൻ, പക്ഷെ ആ നരേറ്റീവ് ഉണ്ടാക്കുന്നു. ഈ തോറ്റതിന് ശേഷം ഈ പാട്ടിനെ കൂടുതൽ അത് ഭയങ്കര രസകരമാണ്. അതായത് ഈ പാട്ടുണ്ടായപ്പോൾ അതിൽ വലിയ ചർച്ചയാകുന്ന സമയത്ത് നമ്മുടെ തന്നെ RDXൽ സനീഷ് എളിയടത്ത് ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, ഈ പാട്ടിനൊരു പാരഡി മറ്റൊരു വാക്കുണ്ടാക്കിയാൽ പോരെ എന്ന്. ഈ പാരഡി ഉണ്ടാക്കി CPM കുന്നമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരഡി ഉണ്ടാക്കി. പക്ഷെ പാരഡി ഉണ്ടാക്കുന്ന സമയം എന്ന് വെച്ചാൽ ഈ ആദ്യ പാരഡി ഭയങ്കര ഹിറ്റായി, അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു, തെരഞ്ഞെടുപ്പിൽ തോറ്റു, പൊടി അടങ്ങിയതിനു ശേഷം ഒരു പാരഡി വരികയാണ്. നിങ്ങൾ ഇത് കൃത്യമായ സമയത്ത് ഇത് അടിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ പണ്ട് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ തന്നെ വലിയ ചർച്ചയായ ഒരു പുസ്തകമാണ് ഈ കാട്ടുകടന്നൽ എന്ന പുസ്തകം. ഈ കാട്ടുകടന്നൽ എന്നത് പലപ്പോഴും ഇടത് വിപ്ലവങ്ങളെയും ആ കൂട്ടായ്മയൊക്കെ സൂചിപ്പിക്കാൻ പലതരത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണല്ലോ PV അൻവറിനെ ഒരു കാലത്ത് കടന്നൽ രാജ എന്നൊക്കെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കടന്നലുകൾക്ക് കുത്താൻ കൊമ്പില്ലാത്ത കുറെ കടന്നലുകളാണ് എന്നുള്ളതാണ്. അത് വളരെ ബോധപൂർവം ഇടതുപക്ഷത്തിന് സാധിക്കാത്ത കാര്യം അത് UDFനും BJPക്കും സാധിക്കുന്നുണ്ട്. അതുകൂടി അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഗുണമാണത്. അതിനെ നമ്മൾ മറ്റൊരു തരത്തിലല്ല കാണുന്നത്. കാരണം കോൺഗ്രസ് അത് വളരെ കൃത്യമായി തന്നെ അത് നടപ്പാക്കുന്നുണ്ട്. യൂത്ത് കൊണ്ട് ഇപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് രാഹുൽ അനുകൂലികളുടെ വിഷയമാണ്. മാധ്യമങ്ങൾ അത് വളരെ സീരിയസ് ആയി എടുത്തതുകൊണ്ട്, അതായത് ഈ പരാതി പറയുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് അവരെ പിന്തുണയ്ക്കുന്ന സ്ത്രീകളായുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള നേതാക്കളുടെ പേജിലേക്ക് വലിയ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. മറ്റേ തിരിച്ച് രാഹുലിനെതിരായ ക്യാമ്പയിനോ രാഹുലിനെതിരായ ശബ്ദങ്ങളോ ട്രോളുകളോ ഒക്കെ വളരെ ചെറിയ ശതമാനമാണ്. തിരിച്ച് രാഹുലിന് അനുകൂലമായി വരേണ്ട വലിയ ശതമാനം ഒരു ഗ്രൂപ്പുകൾ അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത് സാധിക്കുന്നുണ്ട് ഇവിടെ. അത് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് ശരിയായ തരത്തിൽ ഇതിനെ പ്രതിരോധിക്കേണ്ട ആളുകൾ ദുർബലരാകുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കത് ആ സ്പേസ് ഇല്ല. ആ സ്പേസ് മറ്റാരോ കൈയടക്കിയിരിക്കുന്നു. ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, രമേശ് ചെന്നിത്തല ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ കുറെ ആളുകൾ ഹഹഹ ഇടുന്നു അല്ലെങ്കിൽ ചിരിക്കുന്ന ചിഹ്നം ഇടുന്നു, അതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികം, അത് ഉസ്മാൻ എന്ന് വിളിച്ച ആ വീഡിയോ വന്ന സമയത്ത് ഈ ഹഹഹ ഇടുകയോ അല്ലെങ്കിൽ ചിരിക്കുന്ന സ്മൈലി ഇടുകയോ ചെയ്തതാണ് വലിയ സൈബർ അറ്റാക്ക് എന്നതാണ് അദ്ദേഹം അന്ന് ആ പറഞ്ഞ രീതിയെങ്കിൽ ഇന്ന് അതും കടന്നുപോയി വലിയ അധിക്ഷേപങ്ങളിലേക്ക് പോകുന്നു. ഞാൻ അതിൽ ഉദാഹരണം പറയുന്നത്, നമ്മൾ പണ്ട് ഈ സിനിമാ പേജുകൾ എന്ന് പറയുന്നത്, ട്രോൾ പേജുകൾ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പേജുകളിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാഷ്ട്രീയ പോസ്റ്റ് വരികയാണ്. ഏറ്റവും അവസാനമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ ആരാണ് UDFൽ മുഖ്യമന്ത്രി എന്നുള്ളത് തീരുമാനിക്കുമല്ലേ, ഇന്നലെ മുതൽ ഒരു പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിനെ, ഏറ്റവും മൊഞ്ചനായിട്ടുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കണ്ടേന്ന് പറഞ്ഞ് ക്യാമ്പയിൻ തുടങ്ങി. പല പേജുകളിലും അത് കണ്ടു. ഇപ്പോൾ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് സാധാരണക്കാരന് മനസ്സിലാവില്ല. ഇതുകൊണ്ടാണ് ഞാൻ വേറൊരു ഉദാഹരണം പറയുന്നത്. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM വലിയ തിരിച്ചടിയായി. അത് സംഘടനാപരമായി അവർക്ക് സംഭവിച്ച വലിയ പിഴവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പാർട്ടി എന്ന നിലയിൽ അവർ പരാജയപ്പെട്ടതാണ് ശരിക്കും. പക്ഷെ അതിന് ശേഷം വരുന്ന ക്യാമ്പയിൻ എന്ന് വരുന്നത്, അതിൽ അവർ പാർട്ടി പരമായിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു പെൺകുട്ടി കാരണമാണ് തോറ്റത്. അഹങ്കാരം കാരണമാണ്. അല്ല, ആര്യ രാജേന്ദ്രനെതിരെയുള്ള ക്യാമ്പയിൻ ഈ CPMന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സൈബർ ആക്രമണം എന്നുള്ളത്, ഈ അവർ ഭരണത്തിൽ വന്ന അന്ന് മുതൽ അവർക്കെതിരെയുള്ള സൈബർ ആക്രമണമുണ്ട്. അത് അവരുടെ പാർട്ടിയോ മനസ്സിലാക്കാത്തത് അവരുടെ ഈ സംഘടനാപരമായ തെറ്റ്. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ, ഒരു കോർപ്പറേഷൻ ഏറ്റവും മികച്ച കോർപ്പറേഷനിലെ പുരസ്കാരം വാങ്ങിച്ചിട്ട് ആ കോർപ്പറേഷന്റെ മേയർ തോൽക്കണം എന്ന് പറയുന്ന തരത്തിൽ ക്യാമ്പയിൻ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ പുരസ്കാരം വാങ്ങുന്ന കാര്യം പോലും നിങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നതിൽ നിങ്ങൾ പരാജയമാണ്. നിങ്ങൾ ആ പരാജയം അംഗീകരിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും മാറും. അറിയിക്കുന്നത് പോലല്ല, അറിയിക്കുന്ന രീതി തന്നെ പരാജയമാണെന്നുള്ളതാണ്. അതെ, അത് ഒന്ന് സോഷ്യൽ മീഡിയ, ഇത് ആരാണോ ഇതിനെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇടത് നേതാക്കളുടെ പേജുകളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 50 ലക്ഷം അംഗങ്ങളുണ്ട് DYFIക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഉണ്ടാകാം. 5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ട് CPMന് എന്നതാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്, ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഈ തരത്തിലൊക്കെ വളരെ സുസംഘടിതമായ ഒരു സംഘടനാ ശക്തി കേരളത്തിൽ എന്തായാലും CPMനുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സുസംഘടിതമായ സംഘടനാ ശേഷി ഉണ്ടായിട്ടും, അതായത് അതേ ആളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത്, അതേ ആളുകളെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാം. ഒരുപക്ഷെ ഇത്രയും വലിയ സേന നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള വലിയ സംശയമാണ്.
ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റോ ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ നിങ്ങളുടെ അംഗങ്ങളെങ്കിലും ഫോളോവേഴ്സ് ആവണ്ടേ? അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ 10% പോലും ഇല്ല. ആ നമ്പറുകൾ എടുത്തു നോക്കിയാൽ മതി. എന്നാൽ യൂത്ത് കോൺഗ്രസിന് വോട്ടെടുപ്പ് നടന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ആ വോട്ട് എടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണയേക്കാൾ എത്രയോ ഉയരെയാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ എണ്ണം. അത് കൃത്യമായി ബോധപൂർവം ആ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നത് കൊണ്ടാണ്. അതിനെ മോശമായിട്ടല്ല പറയുന്നത്, അത് വൃത്തിയായി ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സ്പേസിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. തനിയെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറ വരാനിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പ്രായമായ ആളുകൾ ഇതിൽ കൂടുതൽ ഇടപെടുന്ന ഒരു സ്പേസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്ക് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികളിൽ വെച്ചാണല്ലോ നമ്മൾ ആളുകളെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നത്. അല്ല, ഏത് പാർട്ടിയല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടിയല്ലോ അങ്ങനെയാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്ന് മാറാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നത് ഈ BJP 2014 തൊട്ട് ഉണ്ടാക്കിയ ഒരു മെക്കാനിസം ഉണ്ട്. അതിൽ ചെറുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. കോൺഗ്രസ് ഒരു തോൽവിയിൽ നിന്ന് 2021 തോൽവിക്ക് ശേഷം അങ്ങനെ ഒരു മെക്കാനിസം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും അത് ചിലപ്പോൾ സംഘടനാപരമായിട്ടായിരിക്കില്ല, അവർ വ്യക്തിപരമായിട്ടോ അങ്ങനെയാണോ, വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയയിലെ മറ്റ് ഇടത് വിരുദ്ധമായിട്ടുള്ള വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചാണെങ്കിൽ പോലും അത് ഉണ്ടാക്കിയെടുക്കുന്നു. അവർ ആ സ്ട്രെങ്ത്തിൽ അവർ വിജയിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വാതി ചതുർവേദി എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയ ഒരു ബുക്കുണ്ട്, ഐ ആം എ ട്രോൾ എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞാൽ 2014 തൊട്ട് 19 വരെയാറ്റം ഈ BJP IT സെല്ലിൽ ജോലി ചെയ്ത ഒരു യുവാവിൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെക്കാനിസം, അവരുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു ബുക്കാണെങ്കിൽ പോലും അതിൽ പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതെങ്ങനെയാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷം പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു തർക്കവും വേണ്ട. കാരണം ഇതിൽ ഇപ്പോൾ ചായ് പേ ചർച്ച ഏത് രീതിയിലാണ് ഇന്ത്യ ചർച്ച ചെയ്തത്? ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ഒരു വിഷയത്തെ ടേക്കപ്പ് ചെയ്യാണ്. അതായത് ഒരു ചായക്കടക്കാരൻ ചൗക്കിദാർ ചോറ് എന്ന് പറഞ്ഞപ്പോ ചൗക്കിദാർ എന്ന് പറഞ്ഞാണ് അതിനെ കൗണ്ടർ ചെയ്തത്. അതായത് കൗണ്ടർ നടക്കണം, നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകാതിരിക്കില്ല ഒരിക്കലും. നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിന്നാൽ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നാലും നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകും, സ്വാഭാവികമാണ്. ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യാക്രമണം ഉണ്ടാകണം എന്നുള്ളതാണല്ലോ ഇതിന്റെ സിസ്റ്റം. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ ആക്രമണത്തിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ ദുർബലരായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താൽ, ഇപ്പോൾ കടക്ക് പുറത്ത് നിന്ന് പിണറായി വിജയൻ മുൻപ് പറഞ്ഞ അതേ വാക്കുപയോഗിച്ചാണ് UDF ഇത്തവണ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ ക്യാമ്പയിന് ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ കാരണം വെച്ചാൽ, എല്ലാം ശരിയാകും എന്ന ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ടാണത്? ആ സമയത്ത് സർവ്വ മേഖലയിലും തകർച്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ഉണ്ടാക്കിയ ഏറ്റവും മികച്ച ക്യാമ്പയിൻ വേർഡായിരുന്നു എല്ലാം ശരിയാകും. എല്ലാം ശരിയാക്കാൻ വേണ്ടി ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിലൊരു പ്രതീക്ഷ വെച്ചു. ആ യാത്രയിൽ, നവകേരള യാത്ര ആ അർത്ഥത്തിൽ നടന്ന സമയത്ത് അത് മുഴുവൻ ചർച്ചയായത് ഈ വാക്കാണ്, എല്ലാം ശരിയാകും എന്നുള്ള വാക്ക്. അതിന് ഗുണമുണ്ടായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ അത് ഗുണമുണ്ടായിട്ടുണ്ട്. അതുക്കും മേലെ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞതാണ്. പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ അർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അതിനെ മാറ്റി തീർത്തുകൊണ്ട് ഒരു സർക്കാർ മുഴുവൻ സമയവും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രചാരണം അവിടെ ഉണ്ടായി. അതിനുശേഷം ഇത്ര പൂർത്തീകരിച്ചു, ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചു, ഇനി വരാൻ പോകുന്നത് 900 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കാണ് അതുക്കും മേലെ. അതും ക്യാമ്പയിനായി അന്ന്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് 2021 ആ ക്യാമ്പയിനിലൊക്കെ ഒരുപക്ഷെ ആ സമയങ്ങളിലൊക്കെ ഈ ഒരു മുൻതൂക്കം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. അവിടെ തൊട്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള ഒരു അപ്രമാദിത്വം അത് കുറയുന്നുണ്ട്. ആ കുറയുന്നതിന് വലിയ തിരിച്ചടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നതാണ്. കാരണം ഇനിയുള്ള കാലങ്ങളിൽ വരുമ്പോൾ ഈ വോട്ട് അത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്നതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പിഴവ് വരുന്നുണ്ടെങ്കിൽ ആ പിഴവിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ട ഒരു തർക്കവും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇത് ബാധകമാണ്. ഞാൻ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ യുവാക്കളെ മാത്രം കരുതേണ്ട. ഈ 2016 ശേഷം ഈ പെൻട്രേഷൻ കൂടി ഇൻ്റർനെറ്റിൻ്റെ. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ വയസ്സായവരൊക്കെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അതിൽ പല വീഡിയോകളും, സോഷ്യൽ മീഡിയ വീഡിയോകളും ചെറു കഷ്ണങ്ങളായിട്ടുള്ള വീഡിയോകളും അവരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഈ പോറ്റീൻ്റെ പാട്ട്
അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ക്ലിപ്പുകളാണ് സ്വാധീനിക്കുന്നത്. അതിന് പല സോഷ്യൽ മീഡിയ നിരീക്ഷകരുടെയും സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റുകളുടെയും വീഡിയോകളൊക്കെ അത് പരീക്ഷിക്കപ്പെടുകയും അവരെ പിന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷം പിന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷവും വർഗീയ ശക്തികളും തമ്മിലുള്ള ആക്രമണങ്ങൾ നമ്മൾ ഏത് അർത്ഥത്തിൽ അത് ഏത് വർഗീയതയുടെ പേരിലായാലും ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ വിപിനായാലും കണ്ടിട്ടുണ്ടാകുക ഇടതുപക്ഷ നേതാക്കൾ നടത്തുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകുക ഇടതുപക്ഷ നേതാക്കൾ സംസാരിച്ചതായിരിക്കും. അത് RSSനെതിരെ ആകട്ടെ, SDPക്കെതിരെ ആകട്ടെ, ഏത് തരത്തിലായാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക ഇടതുപക്ഷത്തായിരിക്കും. ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ബഹുഭൂരിപക്ഷ ആളുകളും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും പറയുന്നത് ആ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കുറ്റമല്ല, തൊട്ടപ്പുറം നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതോ തലത്തിൽ നിങ്ങളും ജനങ്ങളുമായിട്ടുള്ള ബന്ധം മുറിയുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങളുടെ പ്രശ്നമാണ്. അത് സംഘടനാപരമായിട്ടുള്ള പ്രശ്നമാണ്. അത് നിങ്ങളാണ് തീരുമാനിക്കുക. അതിന് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഏത് അർത്ഥത്തിൽ അത് മാധ്യമങ്ങൾ എല്ലാം കൂടി മറ്റേ വലതുപക്ഷത്തിന്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുഴുവൻ ഈ ചർച്ച ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് പൊതുവെ ഇടത് നേതാക്കൾ പറയും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് സംഘടനാപരമായ വീഴ്ചകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിൽ മറ്റാളുകളെ കുറ്റപ്പെടുത്തിയിട്ട് അതിൽ വലിയ കാര്യമുണ്ട്. അതല്ലേ ഇടക്കാലത്ത് പരമ്പരാഗത മാധ്യമങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് അതാണ്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് എഡ്ജ് പോകുന്നു എന്നുള്ളതാണല്ലോ ഇതിലെ അവസാനം കിട്ടുന്ന നരേറ്റീവും. ആ നരേറ്റീവ് വിജയിക്കും. അവിടെയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതായത് ഞങ്ങൾ ജനങ്ങളുമായിട്ട് നേരിട്ട് നോക്കിക്കോളാം, നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ആ അർത്ഥത്തിലാണ് കണ്ടത്. പക്ഷെ അവിടെയും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് നിങ്ങൾ നിരന്തരം ചെയ്യേണ്ട വിഷയമാണ്. ഇന്നത്തെ വിഷയം ഇന്നത്തെ മാത്രം ചർച്ചയാണ്. ഇപ്പൊ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി വ്യാപകമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയം ഈ കമ്മിറ്റികൾ, പഞ്ചായത്തുകൾ നടക്കുന്നു, അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ ഉണ്ടാകുന്ന BJPക്കും കോൺഗ്രസിനും ഇടയിൽ നടക്കുന്ന വോട്ട് ചർച്ചകൾ വലിയ തരത്തിൽ ചർച്ചയായി. ഇന്നലത്തെ മാത്രം ചർച്ചയാണത്. അത് ഇന്നലെ മരിച്ചു. ഇനി ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ മറ്റൊരു ചർച്ചയായിരിക്കും. ആ ചർച്ച നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ റെജി ലൂക്കോസ് പോയതിന്റെ ചർച്ചയായിരിക്കും ഇന്നത്തെ ചർച്ച. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് എന്നത് കൂടി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്ന പേജുകളിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ്. കാരണം വിപിൻ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ എന്ത് കാണുന്നു എന്ന് തീരുമാനിക്കുന്നത് തന്നെയാണ്. അങ്ങനെ തന്നെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അൽഗോരിതത്തിൽ നിങ്ങളുടെ കണ്ടന്റ് ആണ് ഉള്ളതെങ്കിൽ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റ് ആണ്. അത് നിങ്ങൾ അല്ല, മറ്റൊരാളുടെ കണ്ടന്റ് ആണ് അത് ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് കണ്ടിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. അത് ഇന്ന് ചർച്ച ചെയ്തത് കൊണ്ട് നിർത്തിയത് കൊണ്ട് കാര്യമില്ല. ഇത് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അത് 365 ദിവസവും തുടരണം. ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊരു ആർമി ഉണ്ടോ എന്ന ചോദ്യമുണ്ട്. കാരണം നിങ്ങൾ റെഡ് ആർമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോരാളി ഷാജി ആ അർത്ഥത്തിൽ ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കടന്നലുകൾക്ക് കുത്താൻ കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും ഉയർന്നു വരും. ആ കൊമ്പുകൾ വേണം, ഇല്ലെങ്കിൽ ആ കടന്നൽ കൂട്ടം രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാവും. ഇപ്പൊ BJP വന്നു, BJP പിന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ വളരെ ട്രോളായിട്ടാണ് അവർ കണ്ടത്. അവർ #ആയിട്ട് അപകടം രാഷ്ട്രീയം എന്ന് കൊടുത്തു. അവിടെ ഈ രാഷ്ട്രീയം തന്നെ അപകടമായാലും ഇവരെ എന്താ രാഷ്ട്രീയ പാർട്ടിയായി ട്രോളുകളും സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആളുകൾ കൊള്ളാം, അപകടം രാഷ്ട്രീയം ബാക്കിയുള്ള രാഷ്ട്രീയമാണ്. പിന്നെ ഈ BJPക്കാർ തന്നെ അവരുടെ നിരന്തരം നരേറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നത് എന്താണ് അവരുദ്ദേശിക്കുന്നത്? അവർ പറയും പിന്നെ കോൺഗ്രസ് CPM ഇവിടെ ഒന്നാണ്, അവർ ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി അവർ പറയില്ല, അവരുടെ നേതാക്കൾ തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയും. എന്തൊരു അതിശയം. സന്ദീപ് വാര്യർ അതിനെ മറ്റൊരു അധിക്ഷേപ തരത്തിൽ ഒരു മറുപടി കൊടുക്കും. അത് അല്ല, സന്ദീപ് വാര്യർ പഴയ ഇന്ത്യ മുന്നണി വിളിച്ചുകൊണ്ട് നടന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന അതൊരു സ്റ്റോറി ഉണ്ടാക്കുക. ആ നരേറ്റീവ് ഇന്ത്യ മുന്നണിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ് ചെയ്യുന്നത് അവർ പിന്നെ ഇടതുപക്ഷത്തിന് മാത്രമാണ്. കനകോലുവിന്റെ കാര്യം അത് പറഞ്ഞ പോലെ ഉണ്ടാകും. ഇപ്പൊ കനകോലുവിന്റെ പേരിൽ ഒരു ഇടതു നേതാക്കളൊക്കെ വലിയ തരത്തിൽ അധിക്ഷേപ തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു സ്ട്രാറ്റജിയാണ്.
അതിന് നിങ്ങൾ അങ്ങനെ കൂടി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവർക്ക് സുനിൽ കനകോലു എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ഇവിടെ ഇങ്ങനൊരു മൂഡുണ്ട്, ആ മൂഡിനെ നിങ്ങൾ നിലനിർത്തണം, ഈ നിലനിർത്തി കഴിഞ്ഞാൽ ഇത്ര സീറ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മികച്ച പ്രവർത്തനമായിട്ടാണ് ഞാൻ പേഴ്സണലി വിലയിരുത്തുന്നത്. കാരണം അതൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾക്ക് വെറുതെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. അത് കൃത്യമായ ധാരണയിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു, നമുക്കറിയാം വോട്ടിംഗ് സംഭവിക്കുന്നതിന്റെ കണക്കുകൾ നോക്കിയാൽ കേരളത്തിൽ CPIM എന്ന് പറയുന്ന വോട്ടിംഗ് ശതമാനം ഒരു 28-29% ഒക്കെയാണ് CPM വോട്ട് ശതമാനം. ബാക്കിയുള്ളത് കിടക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മറ്റാളുകളുടെ ഒരു 30-35%. എന്നിട്ടും CPM എങ്ങനെ 45% വോട്ട് എത്തുന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് തീരുമാനിക്കുന്ന ഒരു വലിയ ശതമാനത്തിന്റെ വോട്ട്, ഒരു 10% മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ഇത് തീരുമാനിക്കുന്നത്. അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. അവരെല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല, അവരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കോർ CPM ആയ ആളുകളുടെ അടക്കം വോട്ട് ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലും CPM ആയിരിക്കാത്ത ചില അവസരങ്ങളിൽ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ആളുകൾ അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ നിരന്തരം ഇതിൽ ഇടപെട്ടേ പറ്റൂ, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇതിൽ ഈ തെറ്റുകൾ ഇവർ തിരുത്തുകയെന്നല്ല, ഏറ്റവും വലിയ തെറ്റ് തിരുത്താൻ പരിപാടി വീട് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പരിഹാസമായി പറയുന്നതല്ല, പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ് ഇതിലെ കാര്യം. അപ്പോൾ എന്തായിരിക്കും ഇനി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ എന്നല്ല മൊത്തത്തിലൊരു സോഷ്യൽ മീഡിയ അന്തരീക്ഷം ഉണ്ടാവുക? എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും ഈ ക്രൈസിസ് മാനേജർ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വരുന്നതാണ് സമീപകാലത്തെല്ലാം കണ്ടത്. ആ മനുഷ്യൻ അവിടെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് പലപ്പോഴും ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. UDF എന്തായാലും വളരെ വലിയ കോൺഫിഡൻസിലാണ്, അതിലൊരു തർക്കമില്ല. കാരണം UDFന്റെ ഏറ്റവും കഴിഞ്ഞ വയനാട്ടിലെ ക്യാമ്പൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ആ നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് ശശി തരൂരിനെ അടക്കം കൊണ്ടുവരാൻ പറ്റിയെന്ന് മാത്രമല്ല ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ പറ്റി. UDF വളരെ കോൺഫിഡൻസിലാണ്, ഒരു തർക്കമില്ല. അവർ ആ അർത്ഥത്തിലാണ് 100+ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം തന്നെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്. LDF ഇനി തെറ്റിതിരുത്തുക എന്നത് മാത്രമല്ല, അത് ആളുകളിലേക്ക് പോകുക എന്നുള്ളത്. ഇപ്പോഴും LDF വിശ്വസിക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ല എന്നത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി. അതിൽ തർക്കമൊന്നുമില്ല. അത് മന്ത്രിമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഇന്ന് തന്നെ പ്രതികരണത്തിൽ വന്ന എല്ലാ മന്ത്രിമാരും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നേരത്തെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി മന്ത്രിമാർ പറയുന്നുണ്ട്, ഇത് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, ഞങ്ങൾ വികസനങ്ങൾ മാത്രം സംസാരിക്കാൻ തുടങ്ങുകയാണെന്ന് തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ആ അർത്ഥത്തിലാണ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നെറേറ്റീവ് മാറാം. കാരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന വിവാദങ്ങളുടെ ഘോഷയാത്ര അർത്ഥത്തിൽ നമുക്കറിയാം. സ്വർണ്ണ കടത്തും അതിനുമായി വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ അടക്കൊണ്ട് വലിയ സമരങ്ങൾ ഉണ്ടായ കാലമുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ള അത്ഭുതകരമായ മാറ്റമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. അവർ നേരത്തെ നേടിയ 92-നേക്കാൾ 7 സീറ്റ് കൂടുതൽ നേടി ആ സർക്കാർ തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് LDF ഇപ്പോൾ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ആ ചർച്ചകൾ മാറുമോ എന്നറിയാം. പക്ഷേ ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഘങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒറ്റപ്പെട്ട ഗ്രൂപ്പുകൾ, അത് ലെഫ്റ്റിന്റെ ആയാലും വലതുപക്ഷത്തിന്റെ ആയാലും BJPയുടെ ആയാലും, അതൊന്നും അവരുടെ പേരുകളിലും അല്ല. അത് വിപിൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഇപ്പോ ഒറ്റപ്പെട്ട ചില സംഘങ്ങളെ വിപിൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരിക്കലും അവരുടെ പേരുകളിലല്ല. ഈ രാഷ്ട്രീയത്തിന്റെ ഒരു സൂചനയും അതിലുണ്ടാവില്ല. അതിൽ പറയുന്ന കാര്യങ്ങളിലായിരിക്കും ആ രാഷ്ട്രീയം. ആ അർത്ഥത്തിൽ ചില ഗ്രൂപ്പുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഏത് തരത്തിലും ആളുകളിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ, അതിലേറെ ഈ ഗ്രൂപ്പുകളിൽ എത്താൻ പറ്റിയാൽ, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എത്താൻ ഏറ്റവും നല്ല രീതിയിൽ ചർച്ച. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഗ്രൂപ്പുകളിൽ വളരെ വലിയ ചർച്ചകൾ ഈ ഓരോ മണ്ഡലത്തിലുള്ള ആളുകളെ കുറിച്ചും നടന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു, ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ. അപ്പം മറുപടി പറയാൻ വേണ്ടി ആളുകൾ പോകും. അപ്പം ഈ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മറുപടി പറയാൻ ആളുകൾ വരും. അത് ആ ഗ്രൂപ്പുകളിൽ ചർച്ചയാകും. ഈ ഗ്രൂപ്പുകളിലുള്ള ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർ, അവരൊക്കെ ഒരു സാധാരണ ഇതിൽ വലിയ പ്രവർത്തനം ഉള്ള ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല, വീടുകളിലെ എല്ലാ വീടുകളിലുള്ള സ്ത്രീകൾ. അപ്പോൾ അവരൊക്കെ ഇതിന് വളരെ നിർണ്ണയിക്കും. അവർ സ്വന്തമായി തീരുമാനം എടുക്കുമ്പോൾ അവർ ഈ ഗ്രൂപ്പുകളിൽ കാണുന്ന കാര്യങ്ങളിൽ ഒരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ രൂപീകരണത്തിനൊക്കെ വോട്ടിൽ വിലയുണ്ട്. സോഷ്യൽ മീഡിയയെ നിങ്ങൾ എഴുതി തള്ളിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ആയിരിക്കില്ല. അത് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥലത്ത് തോറ്റാൽ ഈ ആകെ മൊത്തം ഈ രാഷ്ട്രീയ പാർട്ടി തോറ്റു എന്നൊരു അർത്ഥം ഉണ്ടാവില്ല. കാരണം അവിടെ ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ, തൊട്ടപ്പുറം ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷേ നിയമസഭയിൽ നിങ്ങൾ ഒരു നമ്പറിനാണ് പോകുന്നതെങ്കിൽ ആ ഭരണം അങ്ങ് പോയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും
ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാണ് മുന്നിൽ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷം പിന്നിലാണ്, ഈ റേസിൽ പിന്നിലാണ്, അതിലൊരു തർക്കവും ഇല്ല. അതിൽ ഏറ്റവും മുന്നിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ സൈബർ വിങ് അത് വളരെ സുസജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി എല്ലാവരും തന്നെ പ്രവർത്തിച്ചാൽ അവർക്ക് അവരുടെ പോക്കറ്റുകൾ നിയന്ത്രിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ് ഓരോ മുന്നണിയും സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന അവരുടെ നിലപാടുകൾ കൂടിയായിരിക്കും. ഇതാണ് ഇന്നത്തെ ബോണസ് കണ്ടന്റ് പരിശോധിച്ചത്.